ഹായ്, വെൽക്കം ബാക്ക് ടു ടെൻ ടു ലെൻ. ടെൻ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ എക്സാം സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ 10ാം ക്ലാസ്സിലെ കേരള SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് SCERT 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠഭാഗം ബേസ് ചെയ്തിട്ടാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തയ്യാറെടുക്കുന്ന വീഡിയോ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗമാണ്. ആദ്യമായി നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെക്കുറിച്ച്, അതായത് ബ്രിട്ടീഷുകാരുടെ ആഗമനം, ഇന്ത്യയിലേക്കുള്ള ആഗമനം നമുക്കറിയാം. 1498 വാസ്കോഡ ഗാമ 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1600 ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഒരു കച്ചവട ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ളൊരു കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത്. അത് സ്ഥാപിതമാകുകയും അവർ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. 1608 ഫസ്റ്റ് ബ്രിട്ടീഷ് ഷിപ്പ് ലാൻഡ് ഇൻ ഇന്ത്യ അറ്റ് സൂറത്ത്, ഗുജറാത്തിലെ സൂറത്തിലാണ് പോർട്ടിലാണ് ആദ്യത്തെ ബ്രിട്ടീഷ് ഷിപ്പ് ലാൻഡ് ചെയ്യപ്പെട്ടത്. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള കമ്പനി രൂപീകരണം. 1611 ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യ ഫാക്ടറി മസൂലിപ്പട്ടണത്തിൽ ആന്ധ്രാപ്രദേശിലെ മസൂലിപ്പട്ടണത്തിൽ അവരുടെ ആദ്യ ഫാക്ടറി ആരംഭിച്ചു. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള മത്സര പരീക്ഷയിലേക്ക്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നോക്കാം. ദെൻ 1612 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് നേവി ഡിഫീറ്റ് പോർച്ചുഗീസ്. ബ്രിട്ടീഷുകാർക്ക് യൂറോപ്യൻസായിട്ടുള്ള മറ്റു വൈദേശിക ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിന് ഇന്ത്യയിൽ അതിനൊരു ബാറ്റിൽ ഫീൽഡ് ഉണ്ടായി എന്നുള്ളതാണ്. 1612 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേവിയും അതുപോലെ തന്നെ പോർച്ചുഗീസ് തമ്മിലുള്ള ഒരു സംഘടന ഉണ്ടായി. അതിനറിയപ്പെടുന്നതാണ് ബാറ്റിൽ ഓഫ് സാലി. ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്ത് വെച്ചിട്ടുണ്ടായതായിരുന്നു. അതോടുകൂടി സൂറത്തിൽ ഒരു മസൂലി പട്ടണത്തിന് പുറമെ സൂറത്തിൽ ഒരു ഫാക്ടറി തുറക്കാൻ 1612 വഴിയൊരുക്കുന്നതാണ്. പിന്നെ 1638 കമ്പനി ട്രേഡിംഗ് പോസ്റ്റ് ഗുജറാത്ത് ബിക്കം ദ ചീഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. സൂറത്തിന് തീരത്ത് സ്ഥാപിതമായിട്ടുള്ള ആ ഫാക്ടറി ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട് പിന്നീട് മാറുകയായിരുന്നു. അതുപോലെ തന്നെ 1640 സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് മദ്രാസ് ഭാഗത്തിലേക്ക് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ ആദ്യമായിട്ടൊരു ഫാക്ടറി അവർ സ്ഥാപിക്കുന്നു 1640. പിന്നീട് 1661 പോർച്ചുഗീസ് ബ്രിട്ടനെ അല്ലെങ്കിൽ ബോംബെയെ ബ്രിട്ടീഷുകാർക്ക് തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ അവർ അധികാരം കൈമാറിക്കൊടുത്തു എന്നുള്ള 1661 ബ്രിട്ടീഷുകാർക്ക് ബോംബെയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് അധികാരം നൽകി എന്നുള്ളതാണ് 1661. ദെൻ അടുത്തൊരു പോയിൻ്റ് നമുക്ക് നോക്കാനുള്ള 1687 ഈസ്റ്റ് ഇന്ത്യ കമ്പനി മൂവ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രം സൂററ്റ് ടു ബോംബെ. സൂററ്റിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് അവരുടെ ട്രേഡ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രം മാറ്റി എന്നുള്ളതാണ്. 1751 റോബർട്ട് ക്ലൈവ് ഡിഫീറ്റ് ദ നവാബ് ഓഫ് ആക്കോഡ് ഈസ് ഫ്രഞ്ച് അലൈസ് ഇൻ സൗത്ത് ഇന്ത്യ. നവാബ് ഓഫ് ആക്കോഡിൽ അവരുടെ സഹായിയായിട്ടുള്ള വിദേശ ശക്തീയമായിട്ടുള്ള ഒരു സഹകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെങ്കിലും
1751 യുദ്ധത്തിൽ നവാബിനെ പരാജയപ്പെടുത്തി റോബർട്ട് ക്ലൈവ് തൻ്റെ സൈനിക തന്ത്രത്തിലൂടെ 1751 യുദ്ധത്തിൽ വിജയിക്കുകയാണ്. പിന്നീട് ക്ലൈവ് ഇന്ത്യയിൽ നടത്തുന്ന ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷനൊരു വേരോട്ടം ഈ യുദ്ധത്തോടു കൂടി വരികയാണ്. അതിന് ശേഷമാണ് 1757 റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ബാറ്റിൽ ഓഫ് പ്ലാസിയും അതുപോലെ തന്നെ 1764 ബക്സാർ യുദ്ധവും നടക്കുന്നത്. 1757 കൂടി കമ്പനി ടേക്ക് കൺട്രോൾ ഓഫ് ബംഗാൾ മൊത്തമായിട്ടും കമ്പനിയുടെ വരുതിയിലാക്കുകയും മില്യൺസ് ഓഫ് പീപ്പിൾ ഡിസ്പ്ലേസ്ഡ് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇതുവരെ നമ്മൾ നോക്കിയത് 1600 മുതൽ 1757 വരെ പ്ലാസി യുദ്ധം വരെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ നോക്കിയത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കിയിട്ടുള്ളത്. ഇനി പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, സൈനിക ശക്തിയിലൂടെയും അതുപോലെ തന്നെ നയതന്ത്രത്തിലൂടെയും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വൈദേശികർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ധാരാളം നാട്ടുരാജ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് കോൺക്വേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ് യൂസിങ് മിലിറ്ററി ഫോഴ്സസ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്. ദത്താവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ സൈനിക സഹായ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വേസിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളും അവരുടെ അധീനയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ സ്പാൻ ഓഫ് 100 years between the Battle of Plassey in 1757 and the First War of Independence in 1857. ആദ്യം കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി 1600. 1757 ബംഗാൾ പിടിച്ചടക്കിയോടുകൂടി ഇന്ത്യയിലൊരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനും ബാറ്റിൽ ഓഫ് പ്ലാസിയോടുകൂടി ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ ബ്രിട്ടീഷുകാർ ഇട്ടു എന്നുള്ളത്. അത് തൊട്ട് പിന്നീട് ഒരു 100 വർഷക്കാലം ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക സഹായ വ്യവസ്ഥ പ്രയോഗിച്ചും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിലും സൈനിക നീക്കത്തിലൂടെയും ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളെയും അവരുടെ വരുതിയിലാക്കി എന്നുള്ളതാണ്. 1857 വരെ, ഒരു 100 വർഷക്കാലത്തിനുള്ള. ഇനി ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാം. ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസി എന്നുള്ളതാണ്. ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷുകാർ കച്ചവടത്തിനായിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പോളിസീസ് ആദ്യമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് സാധാരണക്കാരായിരുന്നു, കോമൺ മാൻ. സാധാരണക്കാരായിരുന്നു അവരുടെ നിയമങ്ങളും മറ്റും ബാധിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും കർഷകരെ, ഫാമേഴ്സിനായിരുന്നു പ്രധാനമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. തെറ്റായിട്ടുള്ള നികുതി നയങ്ങളും ഭൂപരിഷ്കാരങ്ങളും അതുപോലെ തന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം പോലുള്ള പദ്ധതികളിലോടുകൂടി ധാരാളം കൃഷിക്കാർക്ക് അവരുടെ സ്ഥലം നഷ്ടപ്പെടുകയും ഭീമമായ കടത്തിന് ഈ കൃഷിക്കാരെല്ലാവരും ഈ കടക്കണിയിലാവുകയും ധാരാളം പേർക്ക് ഭൂമിയും അതുപോലെ തന്നെ ജീവൻ വരെ ബലി നൽകേണ്ടി വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ നയങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, പ്രധാനമായിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഉണ്ട്. സാധാരണ ചോദ്യം വരാറുള്ളത് ഓരോ ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്
എന്നാണ്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് പ്രധാന പ്രദേശങ്ങൾ, റീജിയൻസും അതുപോലെ തന്നെ വ്യവസ്ഥയും മാത്രമാണ്. അതിലുപരി നമുക്ക് നോക്കാം, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കാം. 1793 പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്സ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ, ഒറീസ റീജിയനിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ലോർഡ് കോൺവാലിസ് പ്രഭുവാണ്. ലോർഡ് കോൺവാലിസ് പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്സ് അത് ആ റീജിയന് മാത്രമേ ഉള്ളൂ. അതിലുപരി 1793 ലോർഡ് കോൺവാലിസാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ രണ്ടാമത് റൈറ്റ് വാരി സിസ്റ്റം എന്നുള്ളത് 1820 റൈറ്റ് വാരി സിസ്റ്റം 1820 തോമസ് മാൻറോ പ്രധാനമായിട്ടും മദ്രാസ്, സൗത്ത് ഇന്ത്യൻ റീജിയനിൽ, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ മഹൽവാരി സിസ്റ്റം നോർത്ത് വെസ്റ്റ് റീജിയനിൽ, വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയപ്പെട്ട ഒരു സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം എന്നുള്ളത്. മഹൽവാരി സിസ്റ്റം സമ്പ്രദായം നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ലോർഡ് വെല്ലസ്ലിയാണ്. മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്സ് 1793 കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നതാണ്. ദെൻ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. റൈറ്റ് വാരി സിസ്റ്റം 1820 കൊണ്ടുവന്നതാണ്. 1820 തോമസ് മൺറോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മഹൽവാരി സിസ്റ്റം വെല്ലസ്ലി പ്രഭു ബംഗാൾ മാതൃകയിൽ നോർത്ത് വെസ്റ്റ് റീജിയനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ്സ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളത് നോക്കാം. അതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ. ഇൻ ദി പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദ ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തിൻ്റെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. ഒരു ഏരിയ അവർക്ക് വിട്ടുകൊടുത്ത് അവിടുത്തെ ലാൻഡ് റവന്യൂസ് അവർ കളക്ട് ചെയ്ത് അവർ സർക്കാരിലേക്ക് അടക്കുന്ന രീതിയായിരുന്നു. ദ ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ് വെയർ ഹി ഹാഡ് ജൂറിസ്ഡിക്ഷൻ ടു കളക്ട്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയും ജമീന്ദാർമാരുടെ കീഴിലായിരുന്നു എന്നുള്ളതാണ്. ദ തേർഡ് പോയിൻറ്റ്, വൈൽ ദ ജമീന്ദാർ ബിക്കം ദ ഓണർ ഓഫ് ദി ലാൻഡ്, ആക്ച്വൽ ഫാമേഴ്സ് ബിക്കം ദ ടെനൻറ്റ്. ജമീന്ദാർമാർ ഭൂ ഉടമകളാകുകയാണ്. ആദ്യം ഇവർക്ക് നികുതി പിടിക്കാനുള്ള അവകാശമാണ് കൊടുക്കുന്നത്. പിന്നീട് അവർ യഥാർത്ഥത്തിൽ സാധാരണ കൃഷി ചെയ്യുന്ന കർഷകർ വെറും കുടിയാന്മാരായിട്ട്, ടെനൻസായിട്ട് മാറുകയും യഥാർത്ഥത്തിലുള്ള ഭൂ ഉടമകൾ കുടിയാന്മാരാകുകയും ഭൂ ഉടമകളായിട്ട് ജമീന്ദാർമാരും മാറുകയായിരുന്നു ചെയ്തിരുന്നത്. ദെൻ farmers were to pay up to 60% of yield as a tax. 60% വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. ദെൻ അതുപോലെ തന്നെ വിളവ് മോശമായിരുന്നെങ്കിലും ക്രോപ്പ് ഫെയിലിയർ വന്നാലും അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, ബ്രിട്ടന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമെന്നായിരുന്നു മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങൾ. ആദ്യകാലങ്ങളിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, നെല്ലാണെങ്കിലും ഗോതമ്പാണെങ്കിലും അത്
ടാക്സായിട്ട് കൊടുക്കാമായിരുന്നു. പണമായിട്ടുള്ള രീതിയിൽ തന്നെ ടാക്സ് നൽകണമെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ലിമിറ്റഡ് ടൈമായിരുന്നു അവർക്ക് അതിനൊക്കെ അടക്കാനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ജമീന്ദാർമാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തു. അവർ കർഷകരെ കുടിയാന്മാരും പിന്നീട് ജമീന്ദാർമാർ ഭൂ ഉടമകളായിട്ട് മാറുകയാണ്. വിളവിൻ്റെ 60% വരെ നികുതി കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. ക്രോപ്പ് ഫെയിലിയർ ആണെങ്കിലും വിള നശിച്ചു പോയാലും കൃഷിനാശം സംഭവിച്ചാലും നികുതി കൊടുക്കണമെന്നായിരുന്നു. പണരൂപത്തിലായിരുന്നു നികുതി കൊടുക്കേണ്ടത്. നിശ്ചിത സമയത്തിനുള്ളിൽ അടച്ചു തീർക്കണമെന്നുള്ളതായിരുന്നു. ബാക്കിയുള്ള രണ്ട് വ്യവസ്ഥകളാണ്, രണ്ട് സമ്പ്രദായങ്ങളാണ് റൈറ്റ് വാരിയും അതുപോലെ തന്നെ മഹൽവാരിയും. റൈറ്റ് വാരി 1820 തോമസ് മൺറോ മദ്രാസ് പ്രൊവിൻഷ്യയിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്റ്റ്ലി ഫ്രം ദ ഫാമേഴ്സ് റൈറ്റ്സ്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ റൈറ്റിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദ ഓണർഷിപ്പ് ഓഫ് ദി ലാൻഡ് വാസ് വെസ്റ്റഡ് ദ ഫാമർ. എക്സസീവ് ടാക്സ് ഇമ്പോറൈസ്ഡ് ദം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ കൂടുതൽ ദരിദ്രരാക്കി മാറ്റി. ദെൻ മൊറോവർ മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതാണ് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന വ്യവസ്ഥയായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം എന്നുള്ളത്. ഓണർഷിപ്പ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിൽ ഓണർഷിപ്പ് ജമീന്ദാർസിനായിരുന്നു. റൈറ്റ് വാരിയിലെ ഓണർഷിപ്പ് യഥാർത്ഥത്തിൽ കർഷകന് തന്നെയായിരുന്നു. പക്ഷേ എക്സസീവ് ആയിട്ടുള്ള അടിക്കടിയായിട്ട് നികുതി വർദ്ധിപ്പിക്കുന്ന കർഷകരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളി എന്നുള്ളതാണ്. then അടുത്ത സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. ഈ സമ്പ്രദായം വെല്ലസ്ലി പ്രഭു ബംഗാൾ മാതൃകയിൽ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. ഓരോ ഗ്രാമവും നേരിട്ട് നികുതി പിരിവ് നടത്തുന്ന വ്യവസ്ഥയാണിത്. തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഓക്കെ. In the Malwari system, the village headman, Gramatalavan, was assigned to responsibility to collect taxes. The tax right was excessive in this system. ഈ സിസ്റ്റത്തിലും എക്സസീവായിട്ടുള്ള ടാക്സ് റൈറ്റ് ഉണ്ടായിരുന്നു. ദ എൻറ്റയർ വില്ലേജ് അറിയപ്പെടുന്നത് മഹൽ എന്നുള്ളതാണ്. കൺസിഡർഡ് സിംഗിൾ യൂണിറ്റ് ഓഫ് ടാക്സ് കളക്ഷൻ. ഓരോ ഗ്രാമത്തെയും ഒരു മഹലായിട്ട് കണക്കാക്കപ്പെട്ട് ആ ഗ്രാമത്തിലെ മൊത്തത്തിലുള്ള ടാക്സ് കളക്ട് ചെയ്യാൻ മുഖ്യനെ അധികാരപ്പെടുത്തുന്നതാണ് മഹൽവാരി സിസ്റ്റം എന്നുള്ളത്. ഇതാണ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതിലെ ഫസ്റ്റത്തെ പാർട്ട്. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ ആഗമനം തൊട്ട് 1757 വരെയുള്ള ബാറ്റിൽ ഓഫ് പ്ലാസി വരെയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിനുശേഷം വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പോളിസീസ് അത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു, ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട 3 സിസ്റ്റം, അതായത് ഏറ്റവും കൂടുതൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോളിസി അഫക്റ്റ് ചെയ്യപ്പെട്ടത് ഫാമേഴ്സിനെയാണ്. ഇന്ത്യയിൽ 1757 ശേഷം 1857 വരെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഭൂവ്യവസ്ഥ ലാൻഡ് സെറ്റിൽമെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നാണ്. 3 സെറ്റിൽമെൻറ്റ്സ് പറഞ്ഞു. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, റൈറ്റ് വാരി സിസ്റ്റം, ദെൻ മഹൽവാരി സിസ്റ്റം.